ഹലോ, ഞാൻ ഇന്ന് എൻ്റെ ടീഷർട്ടിൻ്റെ ഒരു ഡിസൈനെ പറ്റിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. ഈ ഡിസൈൻ ഒന്ന് വായിച്ചേ. ബോൺ ഇൻ ദ 1980s. അത് മാത്രമല്ല, അത് ഈ ഒരു സംഭവം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പണ്ടത്തെ കാസറ്റ് അല്ലേ, എത്ര തവണ ഈ കാസറ്റിൻ്റെ ആ ഒരു ഫിലിം പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇതുപോലെ പെൻസിലോ അല്ലെങ്കിൽ പെന്നൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ച് എത്ര കാസറ്റുകൾ അങ്ങനെ ശരിയാക്കിയിട്ടുണ്ട്. സോ ഞാനിത് ഓൺലൈനിലാണ് ഈ ഒരു ടീഷർട്ട് കണ്ടു. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ആ ഒരു 80s ജനിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ 90s കിഡ്സിന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് വാങ്ങി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആക്ച്വലി ഹൂസ്റ്റണിലേക്ക് പോവുകയാണ്, അതായത് ന്യൂയോർക്കിൽ നിന്ന് ഹൂസ്റ്റണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി ഇപ്പോൾ ഞാൻ ലോഞ്ചിൽ ഇരിക്കുകയാണ്, ലഗാഡിയ എയർപോർട്ടിലായിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം സമയമുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഞാൻ ഈ ഒരു ടീഷർട്ട് എടുത്ത് ഇട്ടപ്പോൾ പാപ്പു ഇത് കണ്ടു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയായിരുന്നു, കണ്ടോ എൻ്റെ ടീഷർട്ടിൻ്റെ ബോൺ ഇൻ ദ 1980s എന്നിങ്ങനെ പറഞ്ഞ് അവളോട് പറയുമ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു, അമ്മ നിങ്ങളിത് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ കാസറ്റ് ഇങ്ങനത്തെ കാസറ്റിലാണോ പാട്ട് കേട്ടിരുന്നത്? ഇങ്ങനത്തെ കാസറ്റ് നിങ്ങളിങ്ങനെ ശരിയാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനും സൈറ്റിനും കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങളുടെ ആ ഒരു കുട്ടിക്കാലം ഇങ്ങനെ അവളോട് പറയുകയും ചെയ്തു. ഞങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അയവിറക്കി. എന്തൊരു നല്ല സമയമായിരുന്നു അത് അല്ലേ. ശരിക്കും ഞാൻ പേഴ്സണലി കണക്കാക്കുന്നത് ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു തലമുറയാണ് ഈ പറയുന്ന 80s ബോൺ അല്ലെങ്കിൽ 90s കിഡ്സ് എന്ന് പറയുന്നത്. അത് ഞാൻ വെറുതെ നമ്മളങ്ങനെ ആ സമയത്ത് ജനിച്ചത് കൊണ്ട് മാത്രം പറയുന്നതല്ല കേട്ടോ. ഞാനതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതാ നോക്കിയേ, ഈ ഒരു കാസറ്റിൻ്റെ കാര്യം തന്നെ. നമ്മൾ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാസറ്റുകൾ അല്ലേ, എത്ര ഞാനിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ, അതുപോലെ തന്നെ അന്ന് ഈ ഹിന്ദി പാട്ടുകൾ രാജാ ഹിന്ദുസ്ഥാനി, രംഗീല, അങ്ങനെ പിന്നെ മയിൽപീലി. എൻ്റെ വീട്ടിൽ എപ്പോഴും എൻ്റെ മുത്തശ്ശൻ വെച്ചിരുന്നതാണ് കൃഷ്ണ ഭക്തിഗാനങ്ങളുടെ മയിൽപീലി, അങ്ങനെ പല ഭക്തിഗാനങ്ങളുടെ കാസറ്റുകൾ ധാരാളം. എത്ര കാസറ്റായിരുന്നു അറിയോ വീട്ടിൽ. അതുപോലെയാണ് VCR വന്നപ്പോൾ. നമ്മൾ ദുബായിൽ നിന്നാണ് അന്ന് ആരോ VCR പറഞ്ഞ് മുത്തശ്ശൻ കൊണ്ടുവരിപ്പിച്ചത്. അപ്പോൾ TV തന്നെ അവിടെ ഞങ്ങളുടെ ഭാഗത്ത് മണ്ണാർക്കാട് വളരെ എണ്ണാവുന്ന വീടുകളിലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ VCR വന്ന സമയത്ത് ഈ പറയുന്ന നാടോടിക്കാറ്റ്, അമൃതംഗമയ, അതുപോലെ തന്നെ അങ്ങനെ ധാരാളം സിനിമകളുടെ കാസറ്റുകൾ, ഗീതം, ഇതൊക്കെ സ്ഥിരമായിട്ട് ഞങ്ങൾ ബാക്ക് ടു ബാക്ക് കണ്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ദുബായിൽ നിന്നാണ് ഈ VCR വന്നത്. അപ്പോൾ ഈ പറയുന്ന കാസറ്റുകളൊക്കെ വാങ്ങുക ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാടകയ്ക്ക് എടുക്കാൻ തുടങ്ങി അല്ലേ, അങ്ങനത്തെ നമ്മുടെ കാസറ്റ് കടകൾ വന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സിനിമ കാസറ്റുകൾ വാടകയ്ക്ക് എടുത്തിട്ട് തിരിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് റെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മൾ അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എടുക്കുമ്പോൾ തന്നെ കാസറ്റ് വന്നു. അതിനുശേഷമാണ് CD പ്ലെയറും അതുപോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്. നമ്മൾ റേഡിയോ, ആകാശവാണി, എൻ്റെ വീട് രാവിലെ ഉണർന്നിരുന്നത് തന്നെ റേഡിയോ വെച്ചിട്ടാണ്. എനിക്കറിയാം, ആ സമയത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ചായക്കടകളിലൊക്കെ റേഡിയോ ആണ്. രാവിലെ ഒരു 6:55 ആവുന്ന സമയത്ത് അതിലൊരു സംസ്കൃതം വാർത്ത വരും. ഇതി വാർത്ത ഹശ്വന്ത, എന്താ പറയുക, പ്രവാചക ഗുണദേവാനന്ദ സാഗര എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് 7 മണിക്ക് മലയാളം പദ്യം നല്ല ഭംഗിയായിട്ട് ആരെങ്കിലുമൊക്കെ ചൊല്ലാറുണ്ട്. ധാരാളം. ഇപ്പോൾ നമ്മുടെ NN കക്കാടിൻ്റെയും അങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ള മലയാള കവിതകൾ 7 to 7:05. അത് കഴിഞ്ഞിട്ട് വയലും വീടും എന്ന് പറയുന്നൊരു പരിപാടി. അങ്ങനെ നമുക്ക് കാണാപ്പാടമാണ് വാർത്തകൾ, അതുപോലെ പ്രാദേശിക വാർത്തകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ദൂരദർശൻ മാത്രമാണ് ആകെ ഉണ്ടായിരുന്നത്. ഇതുപോലെ ഒരു 100-300 ചാനലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ദൂരദർശനാണ് ആകെ ഉള്ളത്. അതിൽ നമ്മൾ ഞായറാഴ്ച മഹാഭാരതവും രാമായണവും ഒക്കെ കണ്ടിരുന്നത്. രാവിലെ ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ്റെ ആ ഒരു സീരിയൽ, വൈകുന്നേരം 4 മണിയുടെ സിനിമ, വ്യാഴാഴ്ചത്തെ ചിത്രഗീതം, തിരനോട്ടം. വെള്ളിയാഴ്ച തിരനോട്ടത്തിനായിട്ട് കാത്തിരിക്കും. തിരനോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു 1 വീക്കിൻ്റെ പരിപാടി, അവരുടെ ഷെഡ്യൂൾ എന്താണെന്ന് ദൂരദർശൻ പറയുന്നതാണ്. അപ്പോൾ എന്തിനാണ് കാത്തിരിക്കുന്നത് വെച്ചാൽ ആ ഞായറാഴ്ച ഏതാണ് സിനിമ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. എൻ്റെ അമ്മേ, എന്തായിരുന്നു ചിത്രഗീതം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട പാട്ടുകളൊക്കെ നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ലല്ലോ. അപ്പോൾ ചിത്രഗീതത്തിലാണ് റിലീസായ പുതിയ സിനിമകളുടെ പാട്ടുകൾ വരിക. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹിന്ദി ചാനലുകൾ കുറച്ചൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ സ്റ്റാർ ഗോൾഡ്, അങ്ങനെ സൂം, അങ്ങനെ ഏതൊക്കെയോ ഹിന്ദി ചാനലുകൾ. പിന്നെ അപ്പോൾ ഹിന്ദി പാട്ടുകൾ, ആൽബംസ് കാണാൻ തുടങ്ങി, മലയാളം ആൽബംസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ പറയുക, നമ്മൾ ഓരോന്നെടുത്ത് നോക്കുമ്പോൾ, അപ്പോൾ കാസറ്റിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. കാസറ്റിൽ തുടങ്ങി, ദൂരദർശനിൽ തുടങ്ങി, ആകാശവാണിയിൽ തുടങ്ങി, നമ്മൾ പതുക്കെ CD പ്ലെയറിലേക്കും
CD-യിലേക്കും അങ്ങനെ അതെത്രത്തോളം മുന്നോട്ട് പോയി. ഇപ്പോൾ TV നോക്കുകയാണെങ്കിൽ തന്നെ എത്രത്തോളം ചാനലുകൾ, എത്രത്തോളം ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മുമ്പിൽ അല്ലേ. അപ്പം നമ്മൾ ആ പഴയതും പുതിയതും രണ്ടും കണ്ടൊരു തലമുറയാണ്. അപ്പോൾ ഏതിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും മൊബൈലിൻ്റെ കാര്യം ഞാൻ ഇന്ന് അവളുടെ അടുത്ത് ഞാനും സരിനും അത് പറയുമായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് MBBS ജോയിൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് 2001 ജോയിൻ ചെയ്തു. 2003 എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് ഒരു മൊബൈൽ കിട്ടുന്നത്. മൊബൈൽ കണ്ടുപിടിച്ചിട്ട് തന്നെ കുറച്ചൊക്കെ സമയം അപ്പോഴേക്കും ആയിട്ടുള്ളൂ. അപ്പോൾ മൊബൈൽ വന്ന് 2003 എൻ്റെ തേർഡ് ഇയർ MBBS സമയത്താണ് എനിക്ക് എൻ്റെ അച്ഛൻ, അതും ദുബായിൽ നിന്ന്, നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാണ്ട് ദുബായിൽ നിന്ന് അച്ഛൻ്റെ ഒരു കസിൻ ബ്രദറിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നാണ് നോക്കിയയുടെ ഒരു മൊബൈൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഡോമെട്രിയാണ് കേട്ടോ. ഞങ്ങൾ MBBS അപ്പോൾ ഒരു റൂമിൽ തന്നെ 10-12 പേരുണ്ട്. ആദ്യം ഞങ്ങളുടെ റൂമിൽ ഈ പറയുന്ന മൊബൈൽ കിട്ടിയത് അഞ്ജലിക്കാണ്. അഞ്ജലി തിരുവനന്തപുരത്ത് ഗൈനക്കോളജിസ്റ്റാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ അഞ്ജലിയുടെ അച്ഛനും അമ്മയാണ് ആദ്യം അഞ്ജലിക്ക് മൊബൈൽ വാങ്ങിക്കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണെന്നറിയോ, ഞങ്ങളുടെ 7ാമത്തെ 8ാമത്തെ നിലയിലായിരുന്നു നമ്മുടെ ഹോസ്റ്റൽ കേട്ടോ. അപ്പോൾ അവിടെ റേഞ്ച് ഇല്ല. ഈ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ 1-2 കട്ട വരുമ്പോഴാണ് നമുക്ക് റേഞ്ച് കിട്ടുക. കാരണം മൊബൈൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകമിങ്ങിനും ഔട്ട് ഗോയിങ്ങിനും ഒക്കെ പൈസയാണ്. ഫ്രീ ഇൻകമിങ് ഫ്രീ ഔട്ട് ഗോയിങ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും പൈസയാണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ മൊബൈലല്ലേ റൂമിലുള്ളൂ. അപ്പോൾ എല്ലാവർക്കും സമയമാണ്. അപ്പോൾ 8 മണിക്ക് ഒരാൾക്ക് സമയം കൊടുക്കും, 8:15. എന്തിനാണെന്നറിയോ, അവരെ വീട്ടിൽ നിന്ന് വിളിക്കാൻ. അപ്പോൾ 8 മണിക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കാനുള്ള സമയം എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ലാൻഡ് ഫോണിൽ നിന്ന് അഞ്ജലിയുടെ മൊബൈലിലേക്ക് വിളിക്കും. അപ്പോൾ സംസാരിക്കും. അത് കഴിഞ്ഞ് അടുത്ത 8:15 ആകുമ്പോൾ അടുത്ത ആളുടെ വീട്ടിൽ നിന്ന് വിളിക്കും. അങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഒരു റൂമിൽ 12 പേരുള്ള റൂമിൽ ഒരാൾക്ക് മാത്രം മൊബൈൽ. ആ ആളുടെ മൊബൈലിലേക്കാണ് ആളുകൾ അവരുടെ വീട്ടിൽ നിന്ന് സമയം വെച്ച് വിളിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും മൊബൈൽ കിട്ടി. പക്ഷേ ആ മൊബൈൽ കിട്ടുമ്പോഴും അതെ, അന്ന് വാട്സപ്പില്ല, ഈ പറയുന്ന ഫേസ്ബുക്കില്ല, ഒന്നുമില്ല. അന്ന് ആകെ ഉള്ളത് ഒരു മെസ്സേജാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ്. അതിനൊക്കെ പൈസയാണ്, എല്ലാത്തിനും പൈസയാണ്. മെസ്സേജ് അയക്കാൻ 50 പൈസ, 1 രൂപ എന്തൊക്കെയാണ്. പിന്നെ കോയിൻ ഫോൺ, എത്രയാണ് കോയിൻ ഫോണിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ മൊബൈലിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ന് നമുക്ക് മൊബൈലില്ലാതെ ഒരു ദിവസം ഇമാജിൻ ചെയ്യാൻ പറ്റുമോ അല്ലേ? മൊബൈലില്ലെങ്കിൽ നമുക്ക് എന്തോ കയ്യോ കാലോ ഇല്ലാത്ത, നമ്മുടെ ശരീരത്തിൽ ഒരു അവയവം പോയ പോലെയാണ്. പക്ഷെ അന്ന് നമ്മൾ മൊബൈലില്ലാത്തൊരു സമയത്ത് 80s കിഡ്സ് അല്ലെങ്കിൽ 90s കിഡ്സ് ജീവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് മൊബൈലില്ലാതെയും എങ്ങനെയാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കത്താണ് എഴുതിയിരുന്നത്, മൊബൈലല്ല, കത്ത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എൻ്റെ അടുത്ത സുഹൃത്ത് സന്ധ്യ, ഞങ്ങൾ രണ്ടുപേരും സെൻറ്റ് മേരീസിലാണ് പ്രീ ഡിഗ്രി. ഞാൻ പ്രീ ഡിഗ്രി ഏറ്റവും ലാസ്റ്റ് ബാച്ച് പ്രീ ഡിഗ്രി 2001 99 എൻ്റെ SSLC കഴിഞ്ഞു. 99 ബാച്ചാണ് അവസാന പ്രീ ഡിഗ്രി. അതിന് ശേഷം പിന്നെ +1 +2 ആയി. അപ്പോൾ ഏറ്റവും അവസാനത്തെ ബാച്ച് പ്രീ ഡിഗ്രി ചെയ്ത ബാച്ചാണ് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ സെൻറ്റ് മേരീസിലാണ് ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത് കേട്ടോ. അപ്പം സന്ധ്യ പെരിങ്ങോട്ടുനിന്നും ഞാൻ മണ്ണാർക്കാട്ടുനിന്നും. അപ്പം ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതുപോലെ തന്നെ ധന്യ, ഷൊർണൂരിൽ നിന്നൊരു ധന്യ, ഞങ്ങൾ 3 പേരായിരുന്നു വലിയ കൂട്ട്. ഞങ്ങൾ അത് കഴിഞ്ഞ് എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും 3 സ്ഥലങ്ങളിലാണ് മെഡിക്കൽ കോളേജുകളിലാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ, കത്തുകൾ എഴുതിയിരുന്നത്. അപ്പോൾ ഈ കത്ത് വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു നമുക്ക് എല്ലാവർക്കും അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് എഴുതിയിരുന്ന, കത്ത് വഴി മാത്രം കാര്യങ്ങൾ അറിഞ്ഞിരുന്ന ഒരു സമയമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ആലോചിച്ച് നോക്കി നമ്മൾ ജീവിതത്തിൻ്റെ ആ പുറവും ഈ പുറവും കാണാൻ ഭാഗ്യം ഉണ്ടായ ഒരു ആളുകളാണ് ഈ പറയുന്ന 80s ബോൺ അല്ലെങ്കിൽ 90s കിഡ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനും സരിന് പാപ്പുവിൻ്റെ അടുത്ത് പറയായിരുന്നു, നിങ്ങളെക്കാട്ടുമൊക്കെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു എന്ന് ഇമാജിൻ ചെയ്യാനേ പറ്റൂ. പക്ഷേ ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ്. കമ്പ്യൂട്ടറും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു സമയവും അതിനുശേഷം ഇതെല്ലാം വരുന്നു, അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു, അതിനുശേഷം അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഏറ്റവും നൂതനമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് പറയുന്ന പോലെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സാങ്കേതികമായ ശാസ്ത്രീയമായ കുതിച്ചുചാട്ടത്തിൻ്റെ മുന്നും പിന്നും കണ്ട ഒരു തലമുറയാണ് നമ്മുടെ. അപ്പോൾ ശരിക്കും ഞാൻ പറയുന്നത് ഇതാണ്, ഐ എം എ പ്രൗഡ് 1980s ബോൺ. ഓക്കെ, അത് ഞാൻ അത്രയും പ്രൗഡായിട്ട് അത്രയും അഹങ്കാരത്തോടുകൂടിയും അഭിമാനത്തോടുകൂടിയും പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും ബോൺ ഇൻ ദ 1980s എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. അപ്പോൾ എന്നെ കാണുന്ന കേൾക്കുന്ന എത്രയോ പേര് എൻ്റെ അതേ സമപ്രായക്കാരുണ്ടായിരിക്കും, 80s ബോൺ ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് വി ആർ ട്രൂലി ലക്കി. നമ്മൾ ശരിക്കും ഭാഗ്യം ചെയ്ത ഒരു തലമുറയാണ് നമ്മുടെ. അപ്പോൾ നമ്മൾ ആ കാര്യത്തിൽ നമ്മളെല്ലാവരും ഹാപ്പി ആവണം, പ്രൗഡ് ആവണം. അപ്പോൾ ഞാൻ കുറച്ച് ഓർമ്മകൾ മാത്രമേ ഷെയർ ചെയ്തത്. അപ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ എന്തൊക്കെ ഓർമ്മകളാണ്. ഇപ്പോൾ സ്കൂളിൽ പോയിരുന്നത്, സ്കൂൾ ബസ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ 7ാം ക്ലാസ് വരെ, 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ചങ്ങലേരി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ലൈൻ ബസ്സിനാണ് പോവുക. അപ്പോൾ ആ ഒരു ലൈൻ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലൈൻ ബസ് വരുന്നത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ബസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങൾ, ബന്ധായി കഴിഞ്ഞാൽ ബസ്സില്ല, നടക്കണം 7-8 കിലോമീറ്റർ നടന്നിട്ട്
എത്രയോ തവണ ഞങ്ങൾ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഓട്ടോയിൽ കുത്തിക്കയറ്റി. പക്ഷേ പലപ്പോഴും എന്താ വെച്ചാൽ വീട്ടിലെ ഓട്ടോയിലൊക്കെ പോകുമ്പോൾ കുറേ പൈസ കൊടുക്കണം. അപ്പോൾ എത്രയോ തവണ ഓട്ടോയിലൊന്നും പോവാതെ ഞാനും അമ്മയും, ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ടീച്ചർമാരൊക്കെ ഈ 7-8 കിലോമീറ്റർ നടന്ന് വീട്ടിലേക്ക് വന്ന എത്രയോ ദിവസങ്ങൾ. ബന്ധം ഹർത്താലുമായി കഴിഞ്ഞാൽ ബസ് ഓടില്ലല്ലോ. അങ്ങനെ കുത്തി എന്താ പറയുക, മത്തിയെടുക്കണ പോലെയെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക. അങ്ങനെ കുത്തിക്കയറ്റി ഉള്ള ലൈൻ ബസ്സുകളിലാണ് നമ്മൾ പോയിരുന്നത്. 8, 9, 10 കല്ലടി സ്കൂളിലേക്ക് മാറിയതിന് ശേഷമാണ് ഒരു സ്കൂൾ ബസ്. പക്ഷെ അതും ആ സ്കൂൾ ബസ്സിലും 10 കുട്ടികൾ ഇരിക്കേണ്ട സ്ഥലത്ത് 50 കുട്ടികളുണ്ടായിരിക്കും. അത്രയും തിരക്ക്. അങ്ങനെയാണ്. എന്തൊരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ആലോചിക്കുമ്പോഴേ ഓർമ്മകളിങ്ങനെ അയവേർക്കുമ്പോൾ ശരിക്കും അപ്പം വേറെ ഞങ്ങളിങ്ങനെ പറയായിരുന്നു. ഇപ്പോൾ ഞാനും പാപ്പും സരിനും, ഇപ്പോൾ പാപ്പുവിന് എത്രയോ രാജ്യങ്ങൾ, എത്രയോ സഞ്ചരിക്കാനൊക്കെ. അപ്പോൾ സരിൻ ഇന്ന് എൻ്റെ അടുത്ത് പറയായിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളൊക്കെ പാപ്പുവിൻ്റെ ഈ പറയുന്ന 14 വയസ്സിൽ ഒരു ചെറിയ ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കൊതിച്ചിട്ടില്ലേന്ന്. സത്യമാണ്. ഞാനും എൻ്റെ അനിയനൊക്കെ സ്കൂൾ പൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലം, കാടാമ്പുഴ അമ്പലം ഒക്കെ തീർത്ഥാടന യാത്രകളാണ്. അപ്പം നമ്മളൊരു ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടുണ്ടല്ലോ കൊതിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ അനിയനും ഒക്കെ. അപ്പം ഞാൻ മാത്രമല്ല, ഇപ്പോൾ സരിൻ്റെ വീട്ടിലാണെങ്കിൽ സരിനും അനിയനും. അപ്പം നമ്മളെപ്പോലെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എല്ലാ കുടുംബങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും സുഖലോലുപതയിലും അത്രയും എന്താ പറയുക, ധാരാളിത്തത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മളൊക്കെ ഇന്ന് അവർ അനുഭവിക്കുന്ന പല കാര്യങ്ങൾക്കും അവർക്ക് വിലയില്ല. ഇന്നിപ്പോൾ പാപ്പുൻ്റെ അടുത്തൊക്കെ എങ്ങനെയെങ്കിലും പോകാൻ പറഞ്ഞാൽ അവർക്ക് മടിയാണ്. എന്തിനാ പോകണോ എന്നാ ചോദിക്കുക. അപ്പം ഞങ്ങൾ പറയായിരുന്നു, നമ്മളൊക്കെ എത്ര കൊതിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ എങ്ങനെയൊക്കെ ഒന്ന് പോകാൻ എന്നുള്ളത്. സോ ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് സംസാരിക്കണം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടും കേട്ടോ. ഞാൻ എല്ലാ കമൻറ്റുകളും വായിക്കാം. കാരണം ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമില്ല. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എത്രയോ ഇതിന് 100 കണക്കിന് ഓർമ്മകൾ നമുക്ക് പറയാണ്ടായിരിക്കും ഓരോ കാര്യങ്ങളിലും അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഓർമ്മകളും താഴെ ഒന്ന് എഴുതിയിട് കേട്ടോ. അപ്പോൾ ശരി. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ന്യൂയോർക്കിൽ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഹൂസ്റ്റൺ, ഡാലസ്, ഇനി ഫിഫ വേൾഡ് കപ്പിൻ്റെ കളി കാണാനാണ് നമ്മൾ പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. വിശേഷങ്ങളൊന്നും മിസ്സാവാതെ കണ്ടോളൂ. നമ്മുടെ അമേരിക്കൻ ജേർണി തുടരുകയാണ്. അപ്പോൾ ശരി, ബൈ.